കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ആദ്യം കേട്ട രണ്ട് തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ വരുന്നേ? തിമോത്തിയോസ് രണ്ടാം ലേഖനം. രണ്ട് തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ വെച്ച് രണ്ട് തിമോത്തിയോസിന് എന്താ പ്രത്യേകതയുള്ളത്? പൗലോസ് എഴുതിയ അവസാനത്തെ ലേഖനം. പൗലോസ് എത്രയോ ലേഖനങ്ങൾ എഴുതാൻ ദൈവാത്മാവ് പൗലോസിനെ ഉപയോഗിച്ചു. പൗലോസ്, ഞാൻ ഈ ബൈബിളിൻ്റെ ജസ്റ്റ് അതിന് മുമ്പുള്ള എൻ്റെയൊക്കെ ബൈബിളിൽ എൻ്റെ സ്ഥലവും കാലവും എന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ അതിനകത്ത് റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് AD 67 രക്തസാക്ഷിത്വം വരിക്കുന്നതിന് അല്പനാളുകൾക്ക് മുമ്പ് എഴുതി. അതായത് താൻ രക്തസാക്ഷിയാവുന്നതിന് അല്പനാളുകൾക്ക് മുമ്പ്, എത്ര നാളുകളായ എത്ര ആഴ്ചകൾക്ക് മുമ്പാണെന്ന് അറിയത്തില്ല, എന്നാൽ താൻ കർത്താവിന് വേണ്ടി യാഗമായി തീരാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ സൂചനകളും നമുക്കറിയാം. 2 തിമോത്തിയോസ് 4:6 വാക്യത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ബാക്കി പല ലേഖനങ്ങളും പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതി. എന്നാൽ ഈ ലേഖനം എഴുതുമ്പോൾ ദൈവാത്മാവ് തനിക്ക് ഏകദേശം 67 വയസ്സ് പൗലോസിന് താൻ രക്തസാക്ഷിയാവുമ്പോൾ ഏകദേശം 67 വയസ്സെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഒരു 67ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ പ്രായമാണ്. എന്നാൽ തനിക്ക് ഇനി അത്രയേ ഉള്ളൂ, താൻ ഇത്രയേ കർത്താവിന് വേണ്ടി ഓട്ടം തികച്ചു. തൊട്ട് മുമ്പേ അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യം 2 തിമോത്തിയോസ് 4:7, നമുക്ക് ഇപ്പം ബ്രദർ പറഞ്ഞ വാക്യത്തിലേക്ക് ഞാൻ വരുവാണ്. 2 തിമോത്തിയോസ് 4:7 ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു എന്ന് താൻ ആ ഒരു വ്യക്തതയോടെ കാര്യങ്ങളെ കണ്ട് പരിശുദ്ധാത്മാവ് വരുവാനുള്ളത് കാണിച്ചു തരുമെന്ന് നമ്മളെ യോഹന്നാൻ 16:13 കഴിഞ്ഞ ആഴ്ച നമ്മൾ നാരായണപുരത്ത് വീട്ടിൽ വെച്ച് കോട്ടേജ് മീറ്റിംഗ് നമ്മൾ ആ വാക്യം കണ്ടത്. അപ്പം വരുവാനുള്ളത് കാണിച്ചു തരുന്ന പറയുമ്പോൾ പൗലോസിന് തൻ്റെ മരണം ഏറ്റവും അടുത്തു എന്നുള്ളൊരു കാര്യം തനിക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യം പൗലോസ് ആത്മാവിൽ പറയുന്നൊരു കാര്യം നമുക്കറിയാം. 1 തെസ്സലോനിയർ 4 ജീവിച്ചിരിക്കുന്നവരായ നാമും കർത്താവിനെ എതിരേൽക്കാനായിട്ട് ചേരും എന്നുള്ള കാര്യമൊക്കെ 1 തെസ്സലോനിയർ 4 അപ്പോൾ അതായത് കർത്താവ് വരുമ്പോഴും താനും ജീവിച്ചിരിപ്പുണ്ടാവും എന്നുള്ള ഒരു പ്രത്യാശയില്ല 1 തെസ്സലോനിയർ 4 എഴുതുന്നതെന്ന്. ഇവിടെ 2 തിമോത്തിയോസ് എഴുതുമ്പോൾ തൻ്റെ മരണകാലം നിര്യാണകാലം എടുത്തിരിക്കുന്നു, ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തൻ്റെ നിജപുത്രൻ എന്ന് പറഞ്ഞാൽ മൈ ട്രൂ സൺ, എൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യത്തിലുള്ള ആത്മീയ പുത്രനായിട്ടുള്ള തിമോത്തിയോസിന്, അതുപോലെ പൗലോസിന്റെ ശിഷ്യൻ എന്ന് പറയുന്നത് യേശുവിന്റെ ശിഷ്യനായിരുന്നു തിമോത്തിയോസ് എന്ന, അതുപോലെ ആ ഒരു അപ്പനെ പോലെ തിമോത്തിയോസിന്റെ അപ്പൻ വിശ്വാസിയായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഗ്രീക്കുകാരനെ ആയിരുന്നു, യഹൂദ സ്ത്രീ ആയിരുന്ന തിമോത്തിയോസിന് അമ്മ വിവാഹം കഴിച്ചത്. അപ്പോൾ ഒരു ഗ്രീക്ക് ബിസിനസ്മാൻ, അദ്ദേഹത്തിന് ദൈവകാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ തിമോത്തിയോസിനെ ആ വല്യമ്മച്ചിയും അതായത് അമ്മുമ്മയും അമ്മയൊക്കെ വിശ്വാസത്തിൽ വളർത്തിയ കാര്യങ്ങളൊക്കെ ഇതേ 2 തിമോത്തിയോസ് 1:5 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനീസിലും ഉണ്ടായിരുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനീസിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം ആ ലോവീസ്, യൂനീസ് എന്നാൽ യൂനീസ് ഒരുപക്ഷെ നമ്മൾ സാക്ബറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് യൂനീസ് എന്ന് പറഞ്ഞ പെൺകൊച്ച് നല്ല, ലോവീസ് എന്ന് പറഞ്ഞ അമ്മ നല്ല വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ കല്യാണപ്രായം എത്തിയപ്പോഴത്തേക്കും കുറച്ച് ബാക്സ്ലൈഡ് ചെയ്തപ്പം എന്താ പറയുക, പിന്മാറ്റത്തിലേക്ക് പോയി. അതിൻ്റെ ഒരു അവിശ്വാസം ചെന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ നമ്മളിന്നിപ്പം കേട്ട 2 കൊരിന്ത്യർ 6:14 വാക്യം വിശ്വാസികളായിട്ട് ഇണയില്ലാ പിണ കൂടരുത് എന്നുള്ളൊരു കാര്യമൊക്കെ അവിശ്വാസിച്ച് ചെന്ന് കല്യാണം കഴിച്ച അവസാനം ഈ തിമോത്തിയോസ് ഉണ്ടായി. അപ്പം അതിനുശേഷം യൂനിസിന് വലിയൊരു മാനസാന്തരം ഉണ്ടായി. അയ്യോ, ഞാൻ ദൈവവചനം അനുസരിക്കാതെ വിശ്വാസിയായിട്ടുള്ള ഒരാളെ പോയി കല്യാണം കഴിച്ചല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ പല കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങളെല്ലാം യൂനിസ് അനുഭവിച്ചു. എന്നാൽ തനിക്കുണ്ടായി മകനെയെങ്കിലും കർത്താവിനായിട്ട് പൂർണ്ണതയോടെ വളർത്തണം എന്നുള്ള വലിയൊരു സമർപ്പണത്തോടെ തിമോത്തിയോസിനെ അതുപോലെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. പൗലോസിന്റെ മിഷണറി യാത്രയിൽ പൗലോസ് തിമോത്തിയോസിന്റെ ആ ഒരു സിമ്പിളായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ആ ഒരു വിശ്വാസവും തീക്ഷ്ണതയൊക്കെ കണ്ട് തിമോത്തിയോസിനെയും കൂടെ തൻ്റെ ടീമിൽ പൗലോസ് അങ്ങ് ചേർത്തുകൊണ്ടു. അങ്ങനെ തിമോത്തിയോസ് പൗലോസിന്റെ ഏറ്റവും അരുമശിഷ്യനായിട്ട് പൗലോസിന്റെ കൂടെ കൂടി പൗലോസിന്റെ ആ ഡേറ്റൺ, അതായത് അടുത്ത തലമുറയ്ക്കുള്ള ആ ഒരു ദൗത്യം ഏൽപ്പിക്കാനായിട്ട് ഇപ്പോൾ തിമോത്തിയോസ് മാത്രമല്ലായിരുന്നു, തീത്തോസും ബാക്കിയുള്ള സഹോദരന്മാരെ കുറിച്ച്, എപ്പഫ്രാദിത്തോസിനെ കുറിച്ചും
അതുപോലുള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ തിമോത്തിയോസിനെ പോലെ വേറെ ആരും ഇല്ലയെന്ന് അവിടെ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിലെ 19-20 വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ ഇടത്ത്, ആ പർട്ടിക്കുലർ ഇടത്ത്, ബാക്കി തീത്തോസും ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്ന പറയുന്ന ആ ഒരു സ്ഥലത്ത് തിമോത്തിയോസിനെ പോലെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുന്ന ആ തിമോത്തിയോസിനോട് പൗലോസ് തന്റെ അവസാനത്തെ ലേഖനത്തിൽ, താൻ മരിക്കുന്നതിന് ഏതാനും നാളുകൾ മുമ്പ് എഴുതിയ ലേഖനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, അതൊക്കെ നമ്മളിപ്പോൾ ആദ്യം കേട്ടിട്ടുണ്ട്. തിമോത്തിയോസ് 2-ാം അധ്യായത്തില് അതിന് 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങള് നമ്മളെ കേൾക്കുമ്പോൾ അവിടെ കർത്താവിനായിട്ട് നമ്മളെ വേർപെട്ട് കർത്താവിൻ്റെ മാനപാത്രമായിട്ട് കർത്താവിന് എന്ത് ശ്രേഷ്ഠ കാര്യത്തിനും ഉപയോഗിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന പാത്രമായിട്ട്, ഇപ്പം നമ്മളെ ആ കാര്യങ്ങളെ നമ്മളിപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. വചനം ഇനിയും വായിക്കേണ്ട കാര്യം, നമുക്ക് ആ വാക്യം അറിയാം. 20-ാമത്തെ വാക്യമൊക്കെ 20-ാമത്തെ വാക്യമൊക്കെ നമ്മളിപ്പോൾ കേട്ടു. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളി അതുപോലെ ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ട്. ചിലത് മാനപാത്രം, നമ്മളെ ഷോക്കേസിൽ അതിഥികളൊക്കെ വരുമ്പോൾ ആദ്യം എടുത്ത് പ്രസന്റ് ചെയ്യുന്ന പാത്രങ്ങളുണ്ട്. പിന്നെ ബാത്റൂമിൽ അഴുക്ക് പിടിച്ച് അവിടെ പുറത്തെ ബാത്റൂമിൽ അഴുക്ക് പിടിച്ച് ക്ഷീണകാര്യത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉണ്ട്. അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ചില കാര്യങ്ങൾക്കായിട്ട് കർത്താവിനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ 21-ാമത്തെ വാക്യത്തിൽ, ഇവയെ വിട്ടകന്ന് തന്നെ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. പ്രിപ്പയർഡ് ഫോർ എവറി ഗുഡ് വർക്ക് എന്നാണ്. നല്ല വേലയ്ക്കൊക്കെയും, ഓരോ നല്ല വേലയ്ക്കും, അതായത് മലയാളത്തിൽ അത് അത്ര ഓരോ നല്ല വേലയ്ക്കും എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ എൻ്റെ ഗ്രീക്കും കൂടെ എടുത്ത് നോക്കണമെങ്കിൽ പ്രിപ്പയർഡ് ഫോർ എവറി ഗുഡ് വർക്ക്, ഗ്രീക്കിലും 21-ാമത്തെ 2 തിമോത്തിയോസ് 2-ന്റെ എവറി ഗുഡ് വർക്ക്, പാസ് എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവറി, ഈച്ച്, എവറി എന്നുള്ളൊരു പാസ് എന്നുള്ളൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളം ട്രാൻസ്ലേഷൻ അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളത്. എവറി ഗുഡ് വർക്ക്, അതായത് ഓരോ നല്ല കാര്യത്തിനും അങ്ങനെ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വലി, എവറി, ഓൾ, ആ ഒരു കാര്യം. അതായത് എന്താ നമ്മൾ വായിക്കുന്നത് 21-ാമത്തെ 2 തിമോത്തിയോസ് 2-ന്റെ 21, ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്ക്, ഓരോ നല്ല വേലയ്ക്കും ഒരുങ്ങിയിരിക്കുന്ന, നല്ല വേലയ്ക്ക് ഒക്കെയും എന്നുള്ളതിനെക്കാട്ടി കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഓരോ നല്ല വേലയ്ക്കും, എവറി ഗുഡ് വർക്ക്. കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പല സമയത്തും പല, ഇപ്പോൾ നമ്മളുടെ ക്യാമ്പസിൽ, നമ്മളുടെ ഓഫീസിൽ, നമ്മളുടെ ഹോസ്പിറ്റലിൽ, നമ്മളെ യാത്രയിൽ, നമ്മൾ കടയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ വേറെ ആരോ അയൽവക്കത്ത്, ഒരു പക്ഷേ നമ്മുടെ അയൽവക്കത്തുള്ള ചില ആൾക്കാർക്ക് ഒരു കർത്താവിൻ്റെ ഒരു ആശ്വാസവാക്ക് കേൾക്കാനായിട്ട് കർത്താവിനെ നമ്മളെ ഉപയോഗിക്കണമെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്മേറ്റ്, നമ്മൾ കോളേജിലെ ക്യാമ്പസിലായിരിക്കും, നമ്മുടെ ഹോസ്റ്റലിലെ ക്ലാസ്സിൽ ഒക്കെ ഉള്ളവർക്ക് യേശുവിൻ്റെ ഒരു സാക്ഷിയുള്ള ഒരാളായിട്ട് നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക്, നമ്മുടെ കോളേജിലുള്ളവർക്ക്, നമ്മളുടെ സഭയിലുള്ള തന്നെ ബാക്കിയുള്ള യുവ സഹോദരങ്ങൾക്കും ബാക്കിയുള്ള കൂട്ട സഹോദരങ്ങൾക്കും ഒക്കെ ഒരു ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ നമുക്ക് സാക്ഷ്യത്തിൻ്റെ സമയമൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്ക് സമയമുണ്ട്. അപ്പോൾ അവിടെ കർത്താവിനെ ഉയർത്തിക്കൊണ്ടൊരു വാക്ക് പറയാൻ കർത്താവിനെ നമ്മൾ ഉപയോഗിക്കണമെന്നിരിക്കട്ടെ. എന്നാൽ നമ്മൾ റെഡിയായിട്ടിരിക്കുവാണ്. നമ്മൾ ഈ അടുക്കളയിൽ ചില പാത്രങ്ങളൊക്കെ ഇങ്ങ് കരി പിടിച്ച് അഴുക്ക് വരാണ്ടിരിക്കുന്നതൊന്നും പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കത്തില്ല. അതിനൊക്കെ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല എന്താ പ്രില്ലോ വിമ്മോ അതുപോലെയൊക്കെയുള്ള വേറെ ഏതാണ്ടൊക്കെ ഇട്ടൊക്കെ സൗകര്യമായിട്ട് തേച്ച് അതുപോലെയൊക്കെ കഴിഞ്ഞാലേ പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തുള്ളൂ. അതുപോലെ കരി പിടിച്ച് ഇരിക്കുക. നമ്മൾ ഏതൊരവസ്ഥയിലാണ് ഇന്ന് ദൈവമുമ്പാകെ ആയിരിക്കുന്നത്? നമ്മളെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഞങ്ങളെല്ലാം കർത്താവിനെ പിൻപറ്റുന്ന ഒരു CFC കായംകുളം, ഞങ്ങളെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് അപ്പോസ്തലിക ശുശ്രൂഷയുള്ള സാക്വനം ബ്രദറിൻ്റെ ലോകം ഒട്ടാകെ ഉപയോഗിക്കുന്ന സാക് ബ്രദറിൻ്റെ ഒക്കെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ഇവിടെ ഏറ്റവും വിശുദ്ധ സഭയിൽ കൂടി വരുന്ന വിശുദ്ധ സഹോദരന്മാരാണ് എന്ന് നമ്മൾ പറയുന്നു. എന്താ നമ്മളിവിടെ വായിച്ചെന്ന് ചോദിച്ചാൽ 19-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചേ?
എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം, നമ്മൾ അതായത് വായിക്കാൻ തുടങ്ങിയ വാക്യം 2 തിമോത്തിയോസ് 2:19 എന്താ വായിക്കുന്നേ? എങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നെവർത്തലെസ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ പല ആൾക്കാര് ഈ ദൈവത്തിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്ത് നടന്ന ആൾക്കാരെ കുറിച്ച് നമ്മളതിന്റെ തൊട്ട് മുമ്പ് വായിക്കുന്നേ. അവരാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ, അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ അവിടെ ഈ എങ്കിലും എന്തിനാ അവിടെ വന്നേക്കുന്നേ? 19-ാം വാക്യത്തിൽ എങ്കിലും എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു 14-ാം വാക്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പം ചിലരാണെങ്കിൽ എന്താ ചെയ്യുന്നേ, അവര് ബാക്കിയുള്ളവരുടെ വിശ്വാസം കൂടെ മറിച്ച് കളയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കുഴപ്പമാക്കി അങ്ങനെ വിശ്വാസത്തെ മറിച്ച് കളയുന്ന അവസ്ഥയിലുള്ളൊക്കെയുള്ള ചില ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവചനം അങ്ങനെ ഉണ്ട്, ദൈവം ഇതാന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസത്തെ കൂടി മറിച്ച് കളയുന്ന. ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരനെ ഒരിക്കലും എൻ്റെ ഇങ്ങനെ പറഞ്ഞു, പുള്ളിയുടെ കോളേജിലുള്ള ഒരാള്, പുള്ളിയാണെങ്കിൽ പറ്റിയ ഈ ക്രൂസൈഡിലൊക്കെ പോയി വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്ന പാട്ടും അതുപോലെയൊക്കെ വലിയ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യുന്നു, വലിയ ആത്മീയമായിട്ടുള്ള തഥാകഥിത ആത്മീയ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കമ്മിലുള്ള ആത്മീയ ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ക്യാമ്പസിൽ എന്താ പറയുന്നത്, പരദൂഷണവും ബാക്കിയുള്ളവർക്ക് പാരവെക്കുന്ന ഒരു അശ്ലീലമായിട്ടുള്ള തമാശകളൊക്കെ പറയുകയും ബാക്കി അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർ അങ്ങനെയൊക്കെ ലോകത്തിന് ദൈവം യേശുവിന് വേണ്ടി അവിടെ ഞായറാഴ്ചയോ യോഗങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ ചാടിത്തുള്ളി ഇങ്ങനെ സ്പ്രിങ് പോലെ ചാടിത്തുള്ളി ആയിരിക്കും ആരാധിക്കുന്നത്. പക്ഷേ പിന്നെന്താ, നമ്മൾ വീട്ടിലോട്ടോ ക്യാമ്പസിലോട്ടോ ഒക്കെ ചെന്ന് നോക്കുമ്പോൾ ഞാനിപ്പോൾ എല്ലാവരെ കുറിച്ച് എല്ലാവരും വിധിക്കാനല്ല, അങ്ങനെയൊക്കെയുള്ള പിന്നെ അതുപോലെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. അത് ഒത്തിരിയല്ല, ഇതുപോലെ ന്യൂസ് വരെ വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നടക്കും. യേശുവിൻ്റെ പേര് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അതാ അവിടെ എങ്കിലും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളും അതിൽ ആയിക്കൂടുന്നില്ല. നമ്മളും നമ്മുടെ വേറെ ആരൊക്കെ അറിയാണ്ട് നമുക്കതുപോലുള്ളൊരു ജഡമാണ് ഉള്ളത്. നമ്മളും കർത്താവിൻ്റെ നമ്മളെ ഇന്ന സഭയിലുള്ളവരായി. പക്ഷേ അതിനനുസരിച്ചുള്ള കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിശുദ്ധിയും വേർപാടും ഒരു നിർമ്മലതയും താഴ്മയും സൗമ്യതയും എല്ലാവരോടും സ്നേഹിക്കുന്ന, എല്ലാവരെയും ക്ഷമിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആ ഒരു ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? അതോ ഈ തിമോത്തിയോസ് യൗവനക്കാരനാണ്. അപ്പം അതുകൊണ്ട് ഈ യൗവനക്കാർക്കാണല്ലോ പെട്ടെന്ന് ഈ വാദപ്രതിവാദമൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്ത് അത് ആർഗ്യുമെന്റ് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് യൗവനക്കാരനുള്ള തിമോത്തിയോസ്, യൗവനക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ 45 വയസ്സ് തിമോത്തിയോസിന് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. റിലേറ്റീവ്ലി യങ്ങറായിട്ടുള്ള തിമോത്തിയോസിന് എന്താ പൗലോസ് പറയുക, കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാതെ വാഗ്വാദം ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യത്തിൽ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. എന്താണ് പറയുന്നത്, ആക്യുറേറ്റ്ലി ഹാൻഡ്ലിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ആക്യുറേറ്റ്ലി ഹാൻഡ്ലിങ് ഓർ ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവത്തിന്റെ വചനം യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, അവിടെ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്, ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്, അത് സത്യവചനം യഥാർത്ഥമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അത് തിമോത്തിയോസിനോട് പറയുക. നമ്മള് സഹോദരന്മാരെയൊക്കെ, സഹോദരന്മാർ എസ്പെഷ്യലി ഇവൻ സഹോദരിമാരാണെങ്കിലും നാളെ ബാക്കിയുള്ള സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വചനം പറഞ്ഞു കൊടുക്കാനൊക്കെ ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ ആ വചനം അതുപോലെ, ആ സത്യവചനം അതുപോലെ കൈക്കൊള്ളുന്നവരായിട്ട്, അത് ഗ്രഹിക്കുന്നവരായിട്ട്, അത് എന്താ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആ വചനത്തിന്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള സത്യവും ഉപദേശവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവരായിട്ടായിരുന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക് ആ വചനം പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൂ. അതാ 15-ാമത്തെ വാക്യത്തിലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാത്തവനായി നിൽക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുക. അപ്പം 14-ാമത്തെ വാക്യത്തില് എന്തൊക്കെ വിട്ടൊഴിയണം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പം 21-ാമത്തെ വാക്യത്തില് വായിച്ച എന്താ, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. ഇവയെ എന്ന് പറയുമ്പോൾ ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ എന്താ, വാഗ്വാദം അതുപോലെയൊക്കെയുള്ള ആവശ്യമില്ലാതെ കുറെ തർക്കവും മോട്ടി തർക്കങ്ങളും ചിലപ്പോൾ ആത്മീയമെന്ന് തോന്നുന്ന കാര്യങ്ങളിലായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ രാഷ്ട്രീയക്കാരും പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ പല കക്ഷി പറഞ്ഞോ, ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കുകയും വാദിക്കുകയും അങ്ങനെയൊക്കെയുള്ള വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പിന്നെന്താ 16-ാമത്തെ വാക്യത്തിൽ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ
എം ടി അവോയ്ഡ് വേർഡ്ലി ആൻഡ് എം ടി ചാറ്റർ, വെറും ഒരു ലോകമായ പൊട്ടച്ചൊല്ല് കളിവാക്കെന്നൊക്കെ എഫേസ്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കോഴ്സ് ജസ്റ്റിംഗ്, എം ടി ചാറ്റർ, പൊട്ടച്ചൊല്ല്, അതുപോലെയൊക്കെയുള്ള വെറുതെ ആവശ്യമില്ലാത്ത കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളും ആർക്കും ഒരു ആത്മീയവർദ്ധനവിന് ഉതകാത്ത, മറ്റുള്ളവരെയും കൂടെ കളിയാക്കുകയും മോശമാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെയുള്ള ഭക്തിവിരുദ്ധമായിട്ടുള്ള വൃഥാലാപങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കണം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ഫോർ ഇറ്റ് വിൽ ലീഡ് ടു ഫർദർ അൺഗുഡ്നെസ്. അത് ഓൾറെഡി അവർ അഭക്തിയിലുള്ളത്, പിന്നെ അഭക്തിയിൽ കൂടിക്കൂടി വരുത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ വായിക്കുന്നത്, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ, ഒരു ഗാംഗ്രീൻ, ഒരു ക്യാൻസർ മാതിരി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ പേരും കൂടി എടുത്ത് പറഞ്ഞേക്കുക. പൗലോസ് എന്താണ് പറയുന്നത്, സഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നതില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വ്യക്തികൾക്ക് എഴുതുന്ന, ഇപ്പൊ തിമോത്തിയോസിന് ഒരു വ്യക്തിക്ക് എഴുതിയ ഒരു ലെറ്റർ ആയതുകൊണ്ട് പേരെടുത്ത് ഇവരെ സൂക്ഷിച്ചോണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് സാഗ്ദൂർ നമ്മൾ കേട്ടിട്ടുണ്ട്, സാഗ്ദൂർ ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. പ്രസംഗത്തിൽ പബ്ലിക്കായിട്ടുള്ള സ്പീച്ചില് നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഇന്ന ഒരാളുടെ പേരെടുത്ത് നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. ചില കൊള്ളരുതായ്മകളെയും ചില ബാബിലോണിയൻ രീതികളെയും ചില അബദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളെയും നമ്മൾ പറയത്തുള്ളൂ, സഭ പൊതുവായിട്ടുള്ളത്. പക്ഷെ പേഴ്സണലായിട്ട് ഒരാൾക്ക് ഒരു മെയിൽ അയക്കുന്നു, ലെറ്റർ അയക്കുന്നു എന്നുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ പേരെടുത്ത് ഇന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പൗലോസിന്റെ ആ മാതൃകയത, പൗലോസ് സഭകൾക്ക് എഴുതിയ ലേഖനത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പേരെടുത്ത് ആരെയും പറയുന്നത് കാണുന്നില്ല. എന്നാൽ തിമോത്തിയോസിന് വ്യക്തിപരമായിട്ടുള്ള ലെറ്റർ എഴുതുക, കത്ത് എഴുതുക. അപ്പം അവിടെ ഇപ്പൊ നമ്മളാരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ ആഗ്രഹിക്കാത്ത 2 പേരുകളാണ് എഴുതി വെച്ചേക്കുന്നത്. എന്താ, നമ്മളാരും ഇത് ഇടത്തില്ല എന്ന് വെച്ചാൽ ഇത് നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്നത് സൂക്ഷിച്ചാണ്, ഹുമനയോസും ഫിലേത്തോസും, അല്ലെങ്കിൽ തന്നെ അത് കടിച്ചപ്പെട്ടത് പേരാ, ഇനി പേരൊന്നും വിചാരിച്ചാൽ തന്നെ. അപ്പൊ ഈ ഹുമനിയോസും ഫിലേത്തോസിനും എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അതിന്റെ അത് എന്താ എഴുതിയേക്കുന്നത്, 18-ാമത്തെ വചനം, അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. ഈ പറഞ്ഞ വാഗ്വാദവും പൊട്ടച്ചൊല്ലും കളിവാക്കും വൃതാലാപങ്ങളും ഭക്തിവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അവർ സത്യം വിട്ട് തെറ്റി. അവർ സത്യം വിട്ട് തെറ്റി എന്ന് പറയുമ്പോൾ അവർ വിശ്വാസികളായിരുന്നിരിക്കണം. സത്യത്തിൽ ഉണ്ടായിരുന്നോണ്ടല്ലേ സത്യം വിട്ട് തെറ്റണമെങ്കിൽ. ഓൾറെഡി ഒരിക്കലും സത്യത്തിൽ വന്നിട്ടില്ലാത്ത ഒരാളെ പിന്നെ ഗോൺ എസ്ട്രേ ഫ്രം ദ ട്രൂത്ത് എന്ന് പറയേണ്ട കാര്യം. ഇപ്പം ഞാൻ കായംകുളത്ത് വന്ന് വഴിതെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ കായംകുളത്ത് വന്നിട്ടല്ലേ വഴിതെറ്റുന്നേ. അപ്പം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇന്നടത്ത് ചെന്ന് വഴി തെറ്റിപ്പോയി, അപ്പൊ ഇന്നിടം വരെ എത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ വഴി, അപ്പം പറഞ്ഞാൽ സത്യത്തിൽ എത്തി അവര് ഒരു സമയത്ത് തന്നെ, പിന്നെ അങ്ങ് വഴി തെറ്റിപ്പോയി. വിശ്വാസം വിട്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ, വിശ്വാസത്യാഗത്തെ കുറിച്ചൊക്കെ 2 Thessalonians 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പോസ്റ്റസി, യേശുക്രിസ്തു വരുന്നതിന് മുമ്പ്, കർത്താവിന്റെ 2ാമത്തെ വരവിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കും, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്നുള്ള വിശ്വാസത്യാഗം. അതുപോലെ അന്നേ അവസാന കാലത്ത് ഒരുപാട് വിശ്വാസത്യാഗം ഉണ്ട്. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ത്യജിച്ച് വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ആൻഡ് വിത്ത് പ്രോസ്പെരിറ്റി ഗോസ്പൽ, നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറെ പെർഫോമൻസ് ആയിട്ടുള്ള കുറെ സഭകളും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില താൽക്കാലിക സംവിധാനങ്ങളും, നിത്യസുവിശേഷത്തിന് വേറെ താൽക്കാലിക സുവിശേഷം, നിത്യസുവിശേഷമായിട്ട് ദൂതന്മാർ നിന്നയായിട്ട് നമ്മള് വെളിപാട് 14 നമ്മൾ ആ വാക്യം കണ്ടായിരുന്നു. വെളിപാട് 14-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് തോന്നുന്നു നിത്യസുവിശേഷം, ഇറ്റേണൽ ഗോസ്പൽ എന്നുള്ളൊരു വാക്യം നമ്മൾ വെളിപാട് പുസ്തകം പഠിക്കുന്ന സമയത്ത് ആ ഒരു ഇറ്റേണൽ ഗോസ്പൽ എന്നുള്ളൊരു കാര്യം, കർത്താവിന്റെ സുവിശേഷം എപ്പോഴും ഇറ്റേണൽ ആയിട്ടുള്ള ഗോസ്പൽ, അതെ വെളിപാട് 14-ന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ വാക്യമൊക്കെ കണ്ടത് നമ്മുടെ ട്യൂസ്ഡേ ബൈബിൾ സ്റ്റഡീസിൽ. നിത്യസുവിശേഷവുമായി, ഇറ്റേണൽ ഗോസ്പൽ. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ സത്യം വിട്ട് പിന്മാറി എന്ന് പറയുമ്പോൾ അവർ പിന്നെ അവിശ്വാസിയായി തീർന്നെന്നല്ല, വിശ്വാസികളെ കൂടെ തെറ്റിച്ച് കളയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുമായിട്ട് നടന്നു. ഈ ഹുമനിയോസും ഫിലിത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. അത് കഴിഞ്ഞിട്ട് പറയാം എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവിന്റെ പേര് പറഞ്ഞ് ക്രിസ്തീയതയുടെ ആ ഒരു പേരും അഡ്രസ്സും ഒക്കെ ആയിട്ട് പലരും ഉണ്ട്. എങ്കിലും നെവർത്തിലെസ് ദൈവത്തിന്റെ സ്ഥിരമായിട്ടുള്ളൊരു അടിസ്ഥാനം. നമ്മൾ ചോദിക്കൂ, അയ്യോ ഇവരൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം പോകുന്നു, ഇവര് വിശ്വാസം വിട്ടുപോകുന്നു, അയ്യോ ഇത് അടിസ്ഥാനം എല്ലാം പോയോ, ഇനിയിപ്പോ എന്തോ ദൈവത്തിന്റെ സ്ഥിരമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ദൈവത്തിന്റെ സ്ഥിരമായിട്ട് അടിസ്ഥാനത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇവർ വിട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അത് 19-ാമത്തെ വാക്യത്തിൽ 2 തിമോത്തിയോസ് 2:19 എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. പലരും വിശ്വാസം വിട്ടുപോകും, വിശ്വാസത്തിന് വിരോധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ വിശ്വാസത്തിൽ ഇരുന്ന ചില സൗകര്യങ്ങൾക്ക് ചില ഇളക്കങ്ങളൊക്കെ തട്ടുമ്പോൾ നമ്മള് അയ്യോ എന്തൊക്കെയെല്ലാം പോയോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എന്താ എങ്കിലും അതാ പൗലോസ് പറയുന്നത്. ഇപ്പൊ പൗലോസ് എത്ര വേദനയോടെ ആയിരിക്കും, ഒരുപക്ഷെ പൗലോസിന്റെ ശുശ്രൂഷയുടെ വിശ്വാസത്തിൽ വന്നവരായിരിക്കും ഈ ഹുമനിയോസും ഫിലിത്തോസും ഒക്കെ. പിന്നെ അവര് സത്യം വിട്ടങ്ങ് പോയി. അതൊരു ആഗോള പ്രതിഭാസമാണ്. ജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കും ഉള്ളത് ചുരുക്കം പേര് അത് കണ്ടെത്തത്തുള്ളൂ. ഇനിയിപ്പോ കണ്ടെത്തിയവര് തന്നെ പലരും ഒന്ന്
വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഏഷ്യയിലുള്ള പലരും എന്നെ, ഏഷ്യയിലുള്ള എല്ലാവരും എന്നെ വിട്ടുപോയി എന്നൊക്കെ പൗലോസ് പറയുന്ന വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ ഇതിന്റെ തന്നെ ഒന്നാമത്തെ വാക്യത്തില്, 1-ാം അധ്യായത്തില് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഗാഡ് ദ ഹോളി സ്പിരിറ്റ് അതെ 15-ാമത്തെ വാക്യത്തില്, ഇതേ 2 തിമോഥെയോസ് 1:15 ആസ്യക്കാർ, അതായത് ഏഷ്യയിലുള്ളവര് എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. അത് കഴിഞ്ഞിട്ട് 2 കടിച്ചപ്പെട്ട പേരും പറയുന്നുണ്ട്, ഫുഗലോസും ഹെർമഗനോസും ഒക്കെ അവരുമൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം. ഈവൻ ഇതേ 2 തിമോഥെയോസ് പൗലോസ് നമ്മളൊരിക്കലും ഏറ്റവും ശക്തനായ അപ്പോസ്തലൻ ഇതിനോട് വലിയ ശുശ്രൂഷ ചെയ്തതെന്ന് പലരും പൗലോസിനെ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഈവൻ ഇതേ 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില്, എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ, ദൈവം അവരോട് ക്ഷമയുടെ, കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളെ കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ സത്യവചനത്തിന് വേണ്ടി നിൽക്കുമ്പം വലിയ ആൾക്കൂട്ടവും വലിയ വലിയ പിന്തുണയും വലിയ വലിയ പോപ്പുലാരിറ്റിയും ഒക്കെ നമ്മൾ സീക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. കർത്താവിനെ പിന്തുടരാൻ നോക്കണ്ട. കർത്താവിനെ പിന്തുടരുമ്പോൾ വളരെ ചുരുക്കം പേരെ നമ്മളെ കേൾക്കാൻ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ഗവനിക്കാൻ കാണത്തുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. കർത്താവ് ഏറ്റവും അഭിഷിക്തനായിട്ട്, ഏറ്റവും ആത്മീയ അഭിഷിക്തനായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പം കർത്താവിന് അത്ഭുതം അപ്പം തിന്നാനൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു, 1000-ലേറെ പേരൊക്കെ ഉണ്ടായിരുന്നു അത്ഭുതങ്ങൾ കാണാനൊക്കെ ആയിട്ടെന്ന്. കർത്താവ് 70 പേരെ 2 പറഞ്ഞയക്കുന്നതൊക്കെ നമ്മൾ മത്തായി 10-ാം അധ്യായത്തിൽ കാണുന്നത്. 12 പേരെ തിരഞ്ഞെടുത്തു, അതിൽ തന്നെ ഒരാൾ യൂദാസ് വിട്ടുപോയി. അവസാനം കർത്താവ് ഇത്രയും വലിയ വാഗ്ദത്വമൊക്കെ ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്വമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഈവൻ കർത്താവ് പുനരുദ്ധാനത്തിന് ശേഷം 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ 500 പേര് പോലും എവിടെ ഇല്ലായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ ഈ വാഗ്ദത്തം, കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം കാത്തിരിക്കാനായിട്ടില്ലായിരുന്നു. 120 പേരേ ഉള്ളായിരുന്നു, 120ഓളം പേരെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ കർത്താവിന്റെ സാക്ഷ്യവും വചനമായിട്ടൊക്കെ പോകുമ്പം എല്ലാവരും നമുക്ക് വലിയ പോപ്പുലാരിറ്റിയോ വലിയ പദവികളോ അംഗീകാരമൊന്നും കാണത്തില്ല. ചീത്തപ്പേരും അത് എല്ലാവരും കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ബാക്കി പലതരത്തിലുള്ള ഭയങ്കര നാരോ മൈൻഡഡ് ആണ് അവര്, ബാക്കിയുള്ളവര് അവർ ഭയങ്കര എക്സ്ക്ലൂസീവ് ആണ്, അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. എന്നാൽ 19-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം, ഫേം ഫൗണ്ടേഷൻ, സ്ഥിരമായിട്ടുള്ള ഇടകാത്ത ഒരു അടിസ്ഥാനം നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്ന അടിസ്ഥാനത്തില് അതിന്റെ മുദ്ര, അതിന്റെ സീൽ എന്താന്ന് ചോദിച്ചാൽ, ആ സീലിന് 2 സൈഡ് ഉണ്ട്. അവിടെ ആ സീലിന്റെ മുകളിൽ നിന്നുള്ള ഒരു സൈഡ് ഉണ്ട്, താഴെ നിന്ന് നമുക്ക് കാണാവുന്ന ഒരു സൈഡ് ഉണ്ട്. അപ്പൊ അവിടെ മുകളിൽ നിന്നുള്ള സൈഡ് എന്താ പറയുന്നേ? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നത്, ലോർഡ് നോസ് ദോസ് ഹു ആർ ഹിസ്. കർത്താവിന് അറിയാം തനിക്കുള്ളത് ആരൊക്കെയാണ്. അനേകര് കർത്താവിനെ പിൻപറ്റി വരുന്നു, എന്നാൽ യഥാർത്ഥത്തില് ഹൃദയം കർത്താവിനായിട്ട്, തന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം കർത്താവിനായിട്ട് കൊടുത്തിട്ടുള്ളവർ ആരൊക്കെയാണെന്നുള്ളൊരു കാര്യം കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. കൊടുത്തിട്ടുള്ളവർ തന്നെ പലരും വീണു പോകുമ്പം, അവര് മാറി മാറി പോകുമ്പോഴൊക്കെ ആ കാര്യം കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. കർത്താവിന് അതിൽ വ്യക്തതയില്ലായ്മയൊന്നുമില്ല. സോ ദ ലോർഡ് നോസ് ഹു ആർ ഹിസ്. ആ ഒരു തനിക്കുള്ളവയെ അറിയുന്നു എന്നുള്ള പദം വളരെ ആഴത്തിലുള്ള ഒരു പദമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിലേക്ക് ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് ആ സീലിന്റെ എർത്ത് വേർഡ്, ഹെവൻ വേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, മുകളിൽ നിന്ന് കർത്താവിന്, ആ സീലിന്റെ മുകളില് കർത്താവിന് അറിയാം ആരൊക്കെയാ ഉള്ളതെന്ന്. നമുക്ക് യഥാർത്ഥത്തിൽ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. എല്ലാവരും നമുക്ക് പലരെയും ഫലം കൊണ്ട് തിരിച്ചറിയാം, എന്നാൽ എല്ലാവരെയും നമുക്ക് അത്ര കറക്റ്റായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. ദൈവത്തിനറിയാം എന്താ ആരൊക്കെയാ ദൈവത്തിനുള്ളതെന്ന്. എന്നാൽ ഇവിടെ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനുള്ളവരാണെങ്കിൽ, പിന്നെ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ, കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം ദോസ് ഹു നെയിംസ് ദ നെയിം ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ നാമം, കർത്താവിനെ വിളിക്കുന്നവനുമല്ല, കർത്താവിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മത്തായി 7:21 നമ്മൾ വായിക്കുന്നത്. അതേപോലെ അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. അപ്പോൾ ഇവിടെ ഹ്യൂമനിയോസും ഫിലിത്യോസും അങ്ങനെയുള്ളവരൊക്കെ അവര് കർത്താവിന്റെ നാമം ഉച്ചരിച്ച് നടക്കും, പക്ഷെ അനീതിയൊന്നും വിട്ടകന്നില്ല. അവരങ്ങ് അവരുടേതായ ലോകപരമായിട്ടുള്ള രീതിയിൽ അങ്ങ് പോവുമായിരുന്നു. എന്നാൽ കർത്താവിന് അറിയാം അത് കർത്താവിന്റെ ആ ഫേമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ, സിയോനിലെ ആ വലിയ അടിസ്ഥാന മൂലക്കല്ലിനെ കുറിച്ചൊക്കെ
ഏഷ്യാവ് 28:16 അങ്ങനെ ഒരു വാക്യം ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ ഏഷ്യാവ് 28 ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ഈ സിയോനിലുള്ള അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിനെ അടിസ്ഥാനമായിട്ടും മൂലക്കല്ലായിട്ടും വചനത്തിൽ പറയുന്നത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അടിസ്ഥാനം എന്നാണ് 1 കൊരിന്ത്യർ 3:11 നമ്മൾ വായിക്കുന്നത്. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് മൂലക്കല്ല്, അടിസ്ഥാനമായിട്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ളൊരു കാര്യം എഫേസ്യർ 2 നമ്മൾ വായിക്കുന്നു. ഇവിടെ യെശയ്യാവ് 28 ഒന്ന് നോക്കുവാണെങ്കിൽ, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി, ഇതേപോലെ ഫേം ഫൗണ്ടേഷൻ. ആ ഫേം ഫൗണ്ടേഷൻ അത് പൗലോസ് ഈ യെശയ്യാവ് 28:16 ഉദ്ധരിച്ച് പറയുന്നത്. ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ല കർത്താവ് എല്ലാ ശോധനകളിലൂടെ നമ്മെ പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. ഇബ്രായർ 4:15 ശോധന ചെയ്ത കല്ലും, അതാ നമ്മള് ടെസ്റ്റഡ് സ്റ്റോൺ എന്ന് വായിക്കുന്നത്. ശോധന ചെയ്ത കല്ല്, എല്ലാ ടെസ്റ്റിലൂടെ നമ്മെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടൊരു കല്ല, വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ കല്ലില് ആ കർത്താവിൽ വിശ്വസിക്കുന്നതിന് ഓടിപ്പോവുകയില്ല. അവിടെ പറയുന്നത് ഹി ഹു ബിലീവ്സ് ഇൻ ഇറ്റ് വിൽ നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. ആ ഒരു ഓടിപ്പോവുകയില്ലെന്ന മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഡിസ്റ്റർബ്ഡ്. അപ്പൊ ഞാൻ എബ്രായ ഭാഷയിൽ ഹസ് എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നത്. മേക്ക് ഹേസ്റ്റ്, ഹറി. നമ്മളങ്ങ് ഒരു ഭയങ്കര വെപ്രാളവും ടെൻഷനും ആകുലതയും അവലാതിയും അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റർബ്ഡ് ആയി പോവുകയില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഇപ്പം നമ്മുടെ പ്രിയ സഹോദരി സിസ്റ്ററിനൊക്കെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിട്ടൊക്കെ നമ്മൾ ശരിയാണ്, നമുക്ക് വേണ്ടതെല്ലാം ചെയ്യണമെന്ന് നമ്മളെ ഹൃദയത്തിൽ അസ്വസ്ഥത വേണ്ട കർത്താവിൻ്റെ കരങ്ങളിലാണ് ഉള്ള എല്ലാം കർത്താവിൻ്റെ ഭദ്രതയിലാണ് ഉള്ളത്. കർത്താവിൻ്റെ ഒരു അവിടെ നമ്മൾ ആ കർത്താവിൻ്റെ ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നമ്മളങ്ങ് വിശ്വസിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ഹറി ചെയ്യേണ്ട, ഹേസ്റ്റ് ചെയ്യേണ്ട, അതുപോലൊരു വെപ്രാളത്തിൻ്റെ ആകുലതയുടെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ അസ്വസ്ഥതയോടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചിവിടെ 2 തിമോഥെയോസിലേക്ക് നമ്മൾ വരുമ്പോൾ അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുള്ളൊരു കാര്യം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നീതിയല്ലാത്ത കാര്യങ്ങൾ, ആ ഒരു ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനത്തിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ, കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള അൺക്രൈസ്റ്റ്ലൈക്ക്നെസ്. അപ്പം അനീതി എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ അനീതിയോ, നമ്മൾ വലിയ കൊള്ളയോ, വലിയ ബാങ്ക് കൊള്ളയോ, വലിയ തീവ്രമോ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മളെ അനീതിയൊന്നും അനീതിയാണ് നമുക്ക് ഉള്ളേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ നമുക്കറിയാം കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു യേശുവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള എന്തെങ്കിലും, അത് ചിലപ്പം ചിലരോട് ക്ഷമിക്കാൻ പറ്റാത്ത ചില മനോഭാവമായിരിക്കും, ചിലരോട് ചില കയ്പോ വിരോധമോ, ചില നീരസമോ, അല്ലെങ്കിൽ ചില ആകുല ചിന്തകൾ, ചിലപ്പോൾ ചില അശുദ്ധമായിട്ടുള്ള ചില ചിന്തകളോ നോട്ടങ്ങളോ അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കാം, കോപമായിരിക്കാം. അതുപോലെ നമ്മൾ മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ തന്നെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ കർത്താവ് ഒരുപാട് അനീതിയെക്കുറിച്ച്, അശുദ്ധിയെക്കുറിച്ച്, കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാൻ മനുഷ്യമാനം തേടുന്നതിനെക്കുറിച്ച്, പണസ്നേഹത്തെക്കുറിച്ചൊക്കെ കർത്താവോട് പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നതിനെക്കുറിച്ച്. നമ്മൾ ഫിലിപ്പിയർ 2:14 നമുക്കറിയാം, പരാതിയും പെറുവെറുപ്പും അങ്ങനെയൊക്കെയുള്ള ആ ഒരു അസ്വസ്ഥതയും, പിന്നെ ആകുല ചിന്തകളെ കുറിച്ച് തന്നെ മത്തായി 6 കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ വചനത്തിലുടനീളം നമ്മൾ അനീതി, കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ അതൊക്കെ ചില അൺഹെൽത്തി റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമ്പസിലൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ്, അത് കവിഞ്ഞുള്ള ഒരു അടുപ്പമൊക്കെ ആകുമ്പോൾ അതൊരു അൺഹെൽത്തി, അവിടെ ഒരു അനീതിയുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സഹോദരി നമ്മുടെ മധ്യത്തിലുള്ളപ്പം നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് അതുപോലെ തന്നെയാണോ നമ്മൾ വേറെ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ കോളേജിൽ, ഹോസ്പിറ്റലിൽ, ക്യാമ്പസിൽ, ഹോസ്റ്റലിലൊക്കെ നമ്മൾ പെരുമാറുന്നത്. അപ്പം കർത്താവിൻ്റെ ഹൃദയത്തിന് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല സംസാരങ്ങളും കാര്യങ്ങളും കമൻ്റടികളും പല ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുമൊക്കെ കാണും. അപ്പം അവിടെയൊക്കെ നമ്മൾ എങ്ങനെ ഇരിക്കണം? 1 സങ്കീർത്തനത്തിന് 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത് അല്ലേ? അവിടെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെ ആരുടെ വേലയാണ്, ആര് ചെയ്യുന്നതാണ് ഒക്കെയും സാധിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇൻ വാട്ട് എവർ ഹി ഡസ് ഹി പ്രോസ്പേഴ്സ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആർക്കാ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ. ആദ്യം നമ്മൾ ആലോചന പ്രകാരമൊക്കെ നടന്നു പോകും. നടക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് നിൽക്കാൻ തോന്നും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇരിക്കും. അതാ ഒരു ഡീഗ്രഡേഷൻ അവിടെ പറയുന്നത്. നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. പരിഹാസികളുടെ ഇരിപ്പിടം, ഇപ്പം
സിനിമ തിയേറ്റർ, അവിടെ ചെന്ന് ഒരു സിനിമകൾ, അതൊക്കെ പരിഹാസികളുടെ ഇരിപ്പിടം. അല്ലെങ്കിൽ മേ ബി ഹോസ്റ്റലിൽ TV റൂമോ അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെയുള്ള ചില ചില പ്രത്യേകമായിട്ടുള്ള ചില ആൾക്കാരെല്ലാം കൂടെ കൂടി നിരുന്ന മറ്റുള്ളവരുടെ ഗോസിപ്പും പരദൂഷണവും കാര്യങ്ങളൊക്കെ പറയുന്നത് പരിഹാസികളുടെ ഇരിപ്പിടമാണ്. അപ്പോൾ ആ പരിഹാസികളുടെ ഇരിപ്പിടം ഒരുപക്ഷെ അയൽവക്കത്തു നിന്നുള്ള ചിലവർ വന്നായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചിലർ ഫോൺ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റവും ഏഷണിയും പരദൂഷണവും അതറിഞ്ഞോ ഇതറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞൊരു ഓരോരുത്തർ വന്ന് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേറെ നമ്മുടെ വീട്ടിലെ കസേരയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ മൊബൈൽ ഫോൺ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ ചില വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചില പരദൂഷണവും ബാക്കിയുള്ള ഓരോ ഗോസിപ്പ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിഹാസികളുടെ ഇരിപ്പിടമാണ്. അവിടെ നമ്മൾ ഇരിക്കാതെ, അതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവനാണ് ആറ്റിരിക്കുന്നതും നട്ടിരിക്കുന്നതും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നദിയിൽ നിന്ന് ഉള്ള അത് പോഷണം അവന് കിട്ടും. അവന് യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. വചനത്തെക്കുറിച്ച് 2-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുകയും ഇല വാടാത്തവരുടെ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നത് അവന് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ പോഷണത്തോടെ, വചനത്തിൻ്റെ പോഷണത്തോടെ, ശക്തിയോടെ അവന് കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുന്നതൊക്കെ സാധിക്കും. അതിലിപ്പോൾ എന്താ അത്ഭുതം? അതാണ് ബാക്കി കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പം ആ ഫേം ഫൗണ്ടേഷൻ, കർത്താവിൻ്റെ സ്ഥിരമായിട്ടുള്ള അടിസ്ഥാനത്തിൻ്റെ ആ സീല് നമ്മൾ വായിച്ച കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ആ അറിയുന്നു എന്നുള്ള ഗ്നോസ്കോ എന്നുള്ളൊരു പദം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അറിയുന്നു, നോസ്, അതായത് കർത്താവ് ഭാര്യയെ അറിയുന്നു എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തെ കുറിക്കുന്ന ഒരു പദമാണ്. അതുപോലെ കർത്താവ് പലരോടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ ഒരു നാൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്ത കന്യകമാരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് മത്തായി 25-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ മത്തായി 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ അനേകർ വന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്തു, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാൾ അറിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ കർത്താവ് സർവജ്ഞനായ ദൈവത്തിന് അറിയത്തില്ലേ എന്ന് പറഞ്ഞാൽ കർത്താവിന് അതുപോലെ ഒരു നോയിങ് റിലേഷൻഷിപ്പ്, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെ പോലെ ആ ഒരു ആത്മാവിൽ കർത്താവുമായിട്ട് ഒന്നായി ചേരുന്ന ഒരു അറിയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. ദി ലോർഡ് നോസ് ഹു ആർ ഹിസ്. കർത്താവ് നമ്മൾ പഴയ നിയമത്തിലൊക്കെ പല രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കോരഹൊക്കെ ആ പാളയത്തിൽ മോശയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് മോശയ്ക്കെതിരായിട്ട് മത്സരിച്ചു. അപ്പോൾ അവിടെ യഹോവയെ ദൈവം അരുളി ചെയ്യുന്നൊരു കാര്യം നമ്മൾ സംഖ്യാപുസ്തകം 16 പറയുന്നുണ്ട്. അവിടെ സംഖ്യാപുസ്തകം 16 അധ്യായത്തിലേക്ക് ഒന്ന് തിരിയുവാണെങ്കിൽ കർത്താവിനുള്ളവരെ കർത്താവിന് അറിയാം എന്നുള്ളൊരു കാര്യം അവിടെയും നമ്മളിവിടെ വായിക്കുന്നത്. സംഖ്യാപുസ്തകം 16-ന്റെ 5-ാമത്തെ വാക്യത്തിൽ അവൻ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത് മോശയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു എന്ന് അതിൻ്റെ തൊട്ടും മുമ്പത്തെ വാക്യം 4-ാമത്തെ വാക്യം, സംഖ്യ നമ്പേഴ്സ് 16:4 and 5. മോശ ദൈവമുമ്പാകെ ബാക്കിയുള്ളവരൊക്കെ മത്സരിച്ചപ്പോൾ ദൈവമുമ്പാകെ കവിണ്ണു വീണു. അതിട്ട് അവൻ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് അടുക്കുവാൻ തക്കവണ്ണം വിശുദ്ധർ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. The Lord knows who is his. Lord will show who is holy. തന്നോട് അടുത്ത് വരുവാൻ, who will bring him near to himself. കർത്താവിനെ അറിയാം. അപ്പം നമ്മളെ കർത്താവിനെ അവണ്ണം അറിയാവോ? അതോ നമ്മളെ ഒരു കൂട്ടത്തിൽ പാടുന്നത് പോലെ നമ്മളങ്ങ് കൂട്ടത്തിൽ അങ്ങനെ ഒരു ഫ്ലോയിൽ നമ്മളങ്ങ് പോവുകയാണോ? അതോ യേശുവിനെ നമ്മളെ അറിയാവോ? നമുക്ക് യേശുവിനെ അതുപോലൊരു ആത്മബന്ധം. നമ്മൾ അവസാനം വേറെ വാക്യമൊക്കെ എടുത്ത് വായിച്ചു. യോഹന്നാൻ 10-14 വാക്യത്തിൽ ആടിടയനെ അറിയുന്നു, ഇടയൻ ആടിനെ അറിയുന്നു, പിതാവിനെ അറിയുന്നു, ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, ആടുകൾ എന്നെ അറിയുന്നു. അതുപോലെ കർത്താവായിട്ടുള്ളൊരു ആത്മബന്ധം, ആ ഒരു ആഴത്തിലുള്ള ഒരു ആത്മാവിൽ എൻ്റെ ആത്മമണവാളനായിട്ടുള്ള എൻ്റെ എല്ലാമായിട്ടുള്ള എനിക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിനെ സ്നേഹിക്കുന്നു പൂർണ്ണഹൃദയത്തോടെ. ആ കർത്താവിനെ തനിക്കുള്ളവരെ അറിയാം. എന്നാൽ അതിൻ്റെ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയുന്നുണ്ടെങ്കിൽ ഈ സീലിൻ്റെ താഴ്വശത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അനീതി വിട്ടുകൂടിപ്പോകുന്നു. ഇതുപോലെയൊക്കെയുള്ള ലോകപരമായിട്ടുള്ള പല കാര്യങ്ങളും, വാഗ്വാദങ്ങളും തർക്കങ്ങളും മൗഢ്യതർക്കങ്ങളും പല അശുദ്ധികളും അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ തൊട്ട് താഴെ വിട്ടോടുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ യൗവനമോഹത്തെ വിട്ടോടി എന്ന് പറയുന്നുണ്ട്. യൂത്ത്ഫുൾ ലസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടോടി നമ്മൾ കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കും. അതെല്ലാം
നമ്മെ തന്നെ കഴുകി വെടുപ്പാക്കുവാണെങ്കിൽ ആ കർത്താവിനെ നമ്മൾ ഉപയോഗിക്കാൻ ഓരോ ഗുഡ് വർക്കിനും, ഓരോ നല്ല പ്രവൃത്തി കർത്താവിന് നമ്മളെ ചില കാര്യങ്ങൾക്കായിട്ട് കർത്താവിനെ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പൊന്ന് വെള്ളി പോലെയുള്ള മാനപാത്രങ്ങളായിട്ട് നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കുകയോ അതോ നമ്മൾ അപമാനപാത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന് വേറെ ഇനിയും പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മൾ കർത്താവിന് അവൈലബിൾ ആണോ? നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിന് അത്രവണ്ണം നമ്മൾ പാപത്തെ എല്ലാം നമ്മൾ വിട്ടുപേക്ഷിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകളോ പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അതെല്ലാം കർത്താവേ, ഞാനതെല്ലാം പാപമൊന്നും എണ്ണുന്നു കർത്താവേ, ഞാനതെല്ലാം വിട്ടു കർത്താവേ, അങ്ങയോട് പരിചയം ആഗ്രഹിക്കുന്നു കർത്താവിനെ സഹായിക്കണം. അതെ, നമുക്ക് നമ്മുടെ ജഡത്തിൽ യാതൊരു നന്മയില്ല. നമ്മൾ പാപത്തിലേക്ക് പോകാനാണ് നമ്മുടെ ജഡത്തിൻ്റെ ഒരു വലിയൊരു ആകർഷണം. എന്നാൽ പാപം എന്ന് പറയുമ്പോൾ അതൊരു അശുദ്ധിയാകാം, കോപമാകാം, ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവങ്ങളാവാം, ആകുല ചിന്തകളാകാം, നികളമാകാം, എന്ത് പരാതിയും വെറുവെറുപ്പും അസ്വസ്ഥത അങ്ങനെയുള്ള പല പല കാര്യങ്ങളാകാം. പണസ്നേഹമാകാം, മനുഷ്യമാനം തേടുന്നതാവാം, അല്ലെങ്കിൽ മനുഷ്യർ ഭയക്കുന്ന കാര്യങ്ങളാവാം. എന്താണെങ്കിലും അതെല്ലാം ആ ജഡത്തിലുള്ള കാര്യങ്ങളെല്ലാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൽമഷങ്ങളെയും നീക്കി വെടുപ്പാക്കുകയും അതായത് ഒരു അവസാനം വായിച്ച് അല്ലേ 2 കൊരിന്ത്യർ 7:1 വാക്യത്തിൽ ഇത്ര വലിയ വാഗ്ദത്തങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ജഡത്തിലെ ആത്മാവിലെയും കൽമഷങ്ങളെ നീക്കി വെടുപ്പാക്കുന്ന വായിക്കുന്നു. വിശുദ്ധിയെ തികച്ചുകൊള്ളു എന്നുള്ളൊരു കാര്യം വായിക്കുന്നു. ജഡത്തിലെ കൽമഷങ്ങൾ, ആത്മാവിലെ കൽമഷങ്ങൾ, ആത്മാവിലെയും ജഡത്തിലെയും കൽമഷങ്ങൾ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള പാപങ്ങളും അകമേയുള്ള പാപങ്ങളെന്ന് സിമ്പിളായിട്ട് സാങ്ക്വേർ പറയുന്ന രീതിയുണ്ട്. പുറമേയുള്ള പാപങ്ങൾ ജഡത്തിൻ്റെ പാപങ്ങൾ, അകമേയുള്ള നമ്മളുടെ മനോഭാവങ്ങളിലൊക്കെയുള്ള ചില നീരസങ്ങൾ, അസൂയ, ചില നിഗളം, അത് ആത്മാവിൻ്റെ കൽമഷങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജഡമാകുന്ന തിരശ്ശീല ഇങ്ങനെ നിൽക്കുക, ആത്മാവ് അപ്പുറത്തുണ്ട്, ദേഹവും ഇപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ മനോഭാവങ്ങളിലും വാക്കുകളിലും ഒക്കെ പുറത്തിങ്ങ് വരുന്ന പാപങ്ങൾ ജഡത്തിലെ പാപങ്ങളായിട്ട്, ജഡത്തിലെ കൽമഷങ്ങൾ. എന്നാൽ ചിലത് പുറത്ത് വന്നിട്ടില്ല, നമ്മളുടെ ആ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ചില മനോഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ചില അശുദ്ധിയോ, ചില അസൂയയോ, ചില അസ്വസ്ഥതകളോ, ചില അക്ഷമയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അത് അകമയുള്ള പാപങ്ങൾ. അത് ആത്മമനുഷ്യനെ കളങ്കപ്പെടുത്തുന്ന, ആത്മാവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു പൊടി പോലെ ഉള്ള പാപങ്ങൾ. ഇതെല്ലാം കർത്താവ് നമുക്ക് കാണിച്ചു തരും. നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കുമ്പം ചില അസ്വസ്ഥതകളോ, ചില നീരസങ്ങളോ, ചില കർത്താവിന് ചേരാത്തതായിട്ടുള്ള ചില സ്വാർത്ഥതകളോ, ചില നിഗളങ്ങളോ ഒക്കെ കർത്താവ് കാണിച്ചു തരുന്നത് ആത്മാവിലെ കൽമഷങ്ങൾ. അപ്പം അങ്ങനെ ജഡത്തിലെ കൽമഷങ്ങൾ, പുറമേ ഉള്ള കോപവും മോഹവും അങ്ങനെയൊക്കെ ഉള്ളത് ജഡത്തിലെ കൽമഷങ്ങൾ. പുറമേ അങ്ങ് പുറത്ത് വന്ന് തിരിച്ച് അതങ്ങ് വെളിവായി വന്നു. എന്നാൽ വെളിവായിട്ട് വന്നില്ലെങ്കിൽ പോലും നമ്മളുടെ ഉള്ളത്തിൽ ദൈവം കാണിച്ചു തരുന്ന ചില തെറ്റായിട്ടുള്ള ചില മനോഭാവങ്ങളോ, കർത്താവിന് ചേരാത്തതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അത് ആത്മാവിലെ കൽമഷങ്ങൾ. അതെല്ലാം വെടുപ്പാക്കി വൃത്തിയാക്കി ആയിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ മാനപാത്രമായിട്ട്, കർത്താവിൻ്റെ ഓരോ നല്ല പ്രവൃത്തിക്കും ഉപയോഗമുള്ളവരായി തീരുവാൻ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളിവിടെ സഭയിലായിരിക്കും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചെറുപ്പക്കാരും യൗവനക്കാരും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ കൊച്ച് നിങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ? അവരുടെ ക്ലാസ്മേറ്റ്സിനോട്, അവരുടെ ടീച്ചേഴ്സിനോടൊക്കെ ഇവിടെയൊക്കെ മുമ്പാകെ യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ കർത്താവിന് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം എങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള അനുസരണക്കേടോ, വഴക്കോ, പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെയുള്ള എല്ലാം മാറ്റി, അനുസരണയില്ലായ്മയോ അല്ലെങ്കിൽ ചില മടിയോ അങ്ങനെയൊക്കെയുള്ള എല്ലാം കർത്താവേ എന്നെ ഫൊർഗീവ് ചെയ്യണം, എല്ലാം നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ കർത്താവ് കാണിച്ചിരുന്ന എല്ലാം ഇന്ന് നമുക്ക് ഒന്നുകൂടെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു ദിവസമായിട്ട്, ഒരു മാനസാന്തരത്തിൻ്റെ ദിവസമായിട്ടെടുത്ത് അതെല്ലാം വിട്ടകന്ന് കർത്താവിനോട് കൂടുതലായിട്ട് പറ്റിച്ചേരാൻ, ആത്മമണവാളിനെ അറിയാൻ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് എവിടെ തന്നെ അറിയുന്നുണ്ടോ? കർത്താവിനെ അറിയാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? കർത്താവിനോട് പറ്റിച്ചേരുന്ന കർത്താവിനോട് ഏകാത്മാവാകുന്നു എന്ന് കൊരിന്ത്യർ 6:17 നമ്മൾ വായിക്കുന്നു. കർത്താവിനോട് ഏകാത്മാവാൻ തക്കവണ്ണം നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ സംപൂർണ്ണമായിട്ട് നമുക്ക് താഴ്ത്തി ഒരു സീറോവായിട്ട് നമ്മൾ തന്നെ, ഒരു പൂജ്യമായിട്ട് നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളൊന്ന് നിറയുമ്പോൾ നമുക്ക് കർത്താവിനെ ആത്മാവിനെ അറിയാൻ സാധിക്കും. പാപത്തെ എല്ലാം വിട്ടകലുവാൻ കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കും. കർത്താവിൻ്റെ ഏത് ഉപയോഗത്തിന്, ഏത് നല്ല പ്രവൃത്തിക്കും ഉപയുക്തമായിട്ട് റെഡിയായിട്ട് ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും. അന്ന് നിത്യതയിൽ നമ്മൾ ന്യായത്തിന് മുമ്പാകെ ഒരു നാളിൽ നിൽക്കേണ്ട വരുമ്പം അന്ന് എൻ്റെ മോനെ നിന്നെക്കുറിച്ച് എനിക്ക് ഇന്ന പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളിൽ നിന്നെ ഒന്ന്
ഉപയോഗിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീ വേറെ പല കാര്യങ്ങളും, നിനക്ക് ഒത്തിരി പ്രയോറിറ്റി ഉണ്ടായിരുന്നു. നിനക്ക് നിൻ്റെതായ ചില വാട്സപ്പും ഫേസ്ബുക്കും, നിനക്ക് നിൻ്റെതായ ചില പ്രയോറിറ്റീസും, നിൻ്റെതായ പല കോലാഹലങ്ങളും, നിൻ്റെതായ പല രീതിയിൽ നീ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. സാരമില്ല, നീ സ്വർഗത്തിലെത്തിയല്ലോ, അവിടെ മൂലയ്ക്ക് അവിടെ ഒരു കസേരയുണ്ട്, അവിടെ പോയി ഇരുന്നോ എന്നാണോ നമ്മൾ കേൾക്കേണ്ടത്? അത് ജയിക്കുന്നവന് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും, നീ എൻ്റെ കൂടെ വന്നിരിക്കുക എന്ന് തക്കവണ്ണം കേൾക്കാൻ തക്കവണ്ണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെയും ദാസിയെയും കേൾക്കാൻ തക്കവണ്ണം നമുക്ക് സമയമുള്ളത്. നമുക്ക് ഈ വചനങ്ങളൊക്കെ നമ്മൾ ഈ മുമ്പാകെ നമുക്ക് കണക്ക് കൊടുക്കേണ്ടി വരത്തക്ക രീതിയിൽ കർത്താവ് വന്ന് നാശത്തിന് മുമ്പാകെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ നിസ്സഹായരാണ്. ശരിയാണ്, നമ്മൾ യാതൊരു നന്മയില്ലാത്ത ജഡമുള്ളവരെ, എന്നാൽ ഒന്നേ ഉള്ളൂ, നമ്മൾ ആ പാപങ്ങളൊക്കെ സമ്മതിച്ച് നമ്മൾ തന്നെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി. കർത്താവെ എന്നെ സഹായിക്കണമെന്നൊരു നിലവിളി മതി, കർത്താവ് എല്ലാം ചെയ്തോളും. പക്ഷെ നമ്മളെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് നമ്മളുടെ വീഴ്ചയിൽ നമ്മൾ വീണെടുത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് നമ്മൾ അതൊക്കെ അങ്ങനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, അങ്ങനെ നമ്മളുടെ വീഴ്ചകളെ പാപങ്ങളെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ വളരെ അപകടകരമായ അവസ്ഥയിലാണ്. നമ്മളുടെ പാപങ്ങളെ നമ്മൾ ന്യായീകരിക്കാതെ കർത്താവ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ പാപങ്ങളാണ്, ഇതിൽ നിന്നെല്ലാം വിടുതൽ വേണം, അവിടെ തന്നെ സഹായിക്കണമേ എന്നൊരു യഥാർത്ഥത്തിലുള്ളൊരു നിലവിളി ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അറിയും. നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കാം, കർത്താവിനെ അറിയാം, കർത്താവ് നമ്മളെ അറിയട്ടെ. അവിടുത്തെ വചനം നമ്മൾ പ്രിയമായിട്ട് ഇന്ന് നമ്മൾ ആ കാര്യങ്ങളാണല്ലോ കേട്ടത്. കർത്താവിനെ സർവ്വവും നമ്മളുടെ ബുദ്ധിയും ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ കീർത്തിയാവട്ടെ, പുകഴ്ചയാവട്ടെ. കർത്താവെ എല്ലാം നമ്മളത് കർത്താവിനോടൊരു കള്ളം പാടുന്നത് പോലെ ആയിപ്പോകരുത്. കർത്താവിനോട് നമുക്ക് ഉള്ള വെളിച്ചത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് നമ്മളുടെ നാഥനായിട്ടുള്ള നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു തന്നെ ആ കർത്താവിനെ അർഹതപ്പെട്ട കർത്താവാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഓണർ. നമ്മളെന്തോ ദൈവത്തിനൊരു ഔദാര്യം ചെയ്യുകയല്ല, മറിച്ച് കർത്താവ് നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ കർത്താവിനങ്ങ് തിരിച്ചു കൊടുക്കുന്നു. കർത്താവ് അത് അവിടത്തേക്കായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. എൻ്റെ ബുദ്ധിയാകട്ടെ, ശക്തിയാകട്ടെ, കീർത്തിയാകട്ടെ, പുകഴ്ചയാകട്ടെ, ശബ്ദമാകട്ടെ, ധ്വനികളാകട്ടെ, സമ്പത്താകട്ടെ, ധനമാകട്ടെ, ആയുസ്സും ഭാവിയും എല്ലാം അവിടുന്ന് തരുന്നതൊക്കെയും എല്ലാം അവിടത്തേക്കാണ്. അവിടത്തേക്ക് മാനപാത്രമായിട്ട് നമ്മൾ സിസ്റ്റർ പറഞ്ഞതുപോലെ കേട്ടതുപോലെ ചായ ഒരു പ്രാവശ്യം ചായ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ എളുപ്പമാണ്. പിന്നെ അതിനകത്ത് പിന്നെയും ചായ ഉണ്ടാക്കിയിട്ട് പിന്നെയും കഴുകാൻ നിന്നാൽ കുറച്ചുകൂടെ പാടാം. എന്ന് പറഞ്ഞാൽ അപ്പോൾ അക്കൗണ്ട് തീർത്ത് കളയാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മനസാക്ഷിയിൽ കർത്താവ് ഓർപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ക്ലെൻസ് ചെയ്യുവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഒരു അടുത്ത ഞായറാഴ്ച ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിന് മുമ്പേ ഞാനങ്ങ് ക്ലെൻസ് ചെയ്തോളാം, ഈവൻ നമുക്ക് വൈകുന്നേരം ആവട്ടെ എന്ന് പോലും ആലോചിക്കാനില്ല. നമ്മളത് ഡിലേ ചെയ്യുന്തോറും അത് ഒരു ഹാർഡനിങ്, നമ്മളുടെ ഹൃദയം തന്നെ ഒന്ന് കല്ലിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ഒന്നും ഇല്ലാതായി പോയി നമ്മൾ തന്നെ നമ്മളുടെ നാശത്തിലേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ തന്നെ വേറെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും വന്ന് നിരാശയും ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ണിൽ പൊടി പോയാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകാൻ നമ്മൾ വിചാരിക്കത്തില്ല, അപ്പം തന്നെ കഴുകും എന്ന് പറഞ്ഞതുപോലെ നമ്മെ അപ്പം തന്നെ അപ്പോൾ കർത്താവ് ഓരോ കാര്യങ്ങൾ കർത്താവിന് ചേരാതെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ അപ്പോൾ തന്നെ കഴുകിക്കൊണ്ട് എല്ലാം കർത്താവെ ഞങ്ങൾക്ക് സമർപ്പണം. അത് എങ്ങനെ സമർപ്പണം ചെയ്തിടുന്നു? സ്നേഹമോടെ ഞാൻ സ്നേഹത്തോടെ കർത്താവിനുള്ള സ്നേഹത്തിലോ സമർപ്പണം എന്തോ ഒരു തോക്ക് കാണിക്കുമ്പോൾ ഹാൻഡ്സപ്പ് സറണ്ടർ ചെയ്യുന്നവണൊക്കെ ഉള്ളൊരു പേടിയോടുള്ളൊരു സറണ്ടർ അല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവിനുള്ള സ്നേഹത്തിലോ എനിക്ക് വേണ്ടി എല്ലാം തന്ന കർത്താവെ അവിടത്തേക്കായിട്ട് ഞാൻ എല്ലാം തരുന്നു. ആ ഒരു സമർപ്പണത്തോടെ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടാം. സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ കീർത്തിയും
തന്നതൊക്കെയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തരുന്നതൊക്കെയും എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തരുന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. അതെ കർത്താവേ, ഞങ്ങൾ സർവവും അവിടത്തേക്ക് മാത്രം അർഹതയുള്ളതാണ്. അവിടുന്നാണ് കർത്താവ്, അവിടുന്നാണ് യജമാനൻ. ഞങ്ങൾ അടിമദാസനാണ്, അടിമദാസിയാണ്. അതേ മറിയം പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ ഇല്ല ആവട്ടെ. കർത്താവിൻ്റെ ദാസിയുടെ താഴ്ചയിൽ കർത്താവ് കടാക്ഷിച്ചിരിക്കുന്നു. ദ ലോർഡ് ഹാസ് റിഗാർഡ് ഫോർ ദ ഹംബിൾ സ്റ്റേറ്റ് ഓഫ് ദ ബോൺ സ്ലേവ് എന്ന് പറഞ്ഞതുപോലെ, ആ ഒരു കർത്താവെ, ആ ഒരു താഴ്ന്ന കർത്താവെ, ആ ഒരു വട്ടപൂജ്യമായിട്ട്, സീറോ ആയിട്ട് ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവെ. അങ്ങനെയാണല്ലോ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. അതേ കർത്താവെ, അവിടുത്തെ വരവിൻ്റെ പ്രത്യാശയുള്ളവരൊക്കെയും അവിടുന്ന് നിർമ്മലരായിരിക്കുന്നത് പോലെ കർത്താവെ, ആ നൈർമല്യത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ആ താഴ്മയുടെ സ്റ്റാൻഡേർഡ് കർത്താവെ, ആ വലിയ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ്, ആ സ്നേഹത്തിൻ്റെ ആ നിലവാരം, അതിനൊത്തവണ്ണം തന്നെ നിർമ്മലീകരിക്കട്ടെ. കാന്ത തന്നെ റെഡിയാക്കിയതുപോലെ കർത്താവെ, ഞങ്ങൾ കർത്താവെ വിശുദ്ധിയെ തികച്ച് ആത്മാവിലെയും ജഡത്തിലെയും സകല കൽമഷങ്ങളെയും വെടിപ്പാക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇതെല്ലാം പറഞ്ഞ് കൊള്ളരുതാത്തവനായി പോകാൻ, ആകാത്തവനായി പോകാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ. അവിടുത്തെ മുമ്പാകെ ഏറ്റവും ഒരു ഹംബിൾ എസ്റ്റേറ്റായിട്ട്, ഒരു ലോ എസ്റ്റേറ്റായിട്ട്, ഒരു താഴ്ചയോടെ ആയിട്ടാണ്. അതേ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു സ്വയത്തിൻ്റെ ഒരു കർത്താവെ, ഒരു തരി പോലും കർത്താവെ ഞങ്ങളുടെ ബോധമണ്ഡലത്തിൽ, ഞങ്ങൾക്ക് വെളിച്ചമുള്ള ഇടത്തിൽ കാണാതിരിക്കത്തക്കവണ്ണം ഞങ്ങളെ തന്നെയും സമ്പൂർണ്ണമായിട്ടും ഒരു സീറോ ആയിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. അതേ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനീതിയെ വിട്ട് അകലുവാനും, പാപത്തെ വിട്ട് അകലുവാനും, കർത്താവിനെ ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളെ വിട്ടകന്ന് കർത്താവിനെ അറിയാവുന്നവരായിട്ടായി തീരുവാൻ, കർത്താവിനുള്ളവരായിട്ട് എനിക്കുള്ളവരെ ഞാൻ അറിയുന്നു പിന്നെ കർത്താവ് ധൈര്യത്തോടെ പറയുന്നതുപോലെ കർത്താവെ അവിടുത്തെ സ്വന്തമായിട്ട് അറിയപ്പെടുവാൻ, കർത്താവിനാൽ അറിയപ്പെടുന്നവരായിട്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു എന്ന് ഞങ്ങൾ 1 കൊരിന്ത്യർ 8 വായിക്കുന്നത് പോലെ അത് കർത്താവെ കർത്താവ് അറിയുന്നവരായിട്ട് ഞങ്ങൾക്ക് യേശുവിനെ അറിയാവുന്ന പലരും പറയുന്നു, എന്നാൽ യേശുവിനെ അറിയാവുന്നവരായിട്ട്, യേശുവിന് തന്നെ ഫലമേൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നവരായിട്ട്, മാനപാത്രമായിട്ട്, മരംപുല്ല് വയ്ക്കൂലോതെ ഒരു നാട്ടിൽ കത്തിത്തീരാനുള്ള കാര്യങ്ങളല്ല മറിച്ച് കർത്താവെ പൊന്ന് വെള്ളി വിലയേറിയ വിലകളായിട്ട് നിത്യതീരം നിലനിൽക്കുന്ന കാര്യങ്ങളായിട്ട് കർത്താവെ അങ്ങനെ ഞങ്ങളതിനെ വിശദീകരിക്കാൻ
ഞങ്ങളെ സഹായിക്കണം. ഇതിനായിട്ട് ഞങ്ങളെ അവിടുത്തെ ആത്മാവിനായി നിറയ്ക്കണം. കർത്താവേ, ഞങ്ങളുടെ സ്വയത്തിന്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് എപ്പോഴും നോ പറയുവാൻ ഞങ്ങളുടെ വാക്കുകളാവട്ടെ, ഞങ്ങളുടെ ചിന്തകളാവട്ടെ, പ്രവൃത്തികളാവട്ടെ, അവിടെയൊക്കെ ഞങ്ങൾക്ക് വായി തോന്നുന്നത് പറയാൻ കർത്താവേ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായു പ്രസ്താവിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ. അതെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള വാക്കുകൾ സംസാരിക്കുന്നു. ഞങ്ങളുടെ സാധാരണയുള്ള ഞങ്ങളുടെ വർത്തമാനത്തിൽ പോലും കർത്താവേ ഞങ്ങൾ അവിടുത്തെ അഭിഷേകത്തോടുകൂടി ആത്മീയവർദ്ധനക്ക് ഉതകുന്ന കാര്യങ്ങൾ, അകാത്ത വാക്കുകളല്ല, മറിച്ച് കേൾക്കുന്നവർക്ക് കൃപ നൽകുന്ന വാക്കുകൾ, കേൾക്കുന്നവർക്ക് ആ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകരുന്ന പെരുവെള്ളത്തിന് ഇരിച്ചിൽ പോലെയുള്ള ഇടിമുഴക്കം പോലെയുള്ള കർത്താവിൻ്റെ സത്യവും കൃപയും നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പ്രവർത്തികളിൽ കർത്താവ് എല്ലാ സകല സൽപ്രവൃത്തിക്കും ഒരുക്കമുള്ളവരായിട്ട് പ്രിപ്പയർഡ് ഫോർ എവറി ഗുഡ് ഡീഡ്, കെയർഫുൾ ഫോർ എവറി ഗുഡ് ഡീഡ് എന്ന് ഞങ്ങൾ കേട്ടത് എല്ലാത്തിനും കർത്താവ് അവിടുന്ന് എന്തെല്ലാം കർത്താവെ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അവിടുത്തെ മാസ്റ്റർ പീസായിട്ട്, വർക്ക്മാൻഷിപ്പായിട്ട്, കൈപ്പണിയായിട്ട് കർത്താവെ അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾക്കായിട്ടാണല്ലോ. അവിടുന്ന് മുന്നമേ നിർണ്ണയിച്ചിരിക്കുന്ന ആ സൽപ്രവൃത്തികൾ ഓരോ ദിവസവും ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം അവിടത്തോടൊപ്പം നടപ്പാൻ, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ, വഴികാട്ടിയുടെ ശബ്ദം കേട്ട് ഇതിലെ വഴിയെന്ന് കർത്താവെ അവിടത്തേക്ക് ശബ്ദം ചെവികൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. അത് കർത്താവെ ഈ വരുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമർപ്പണമുള്ള ദിവസങ്ങളായിട്ട് മാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളിൽ മാംസമായിട്ട് തീരണം കർത്താവ്, ഞങ്ങളുടെ ആത്മീയ മനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരണം. ഞങ്ങൾക്ക് ഒരു വെളിപ്പാടായിട്ട്, ഞങ്ങളുടെ അനുസരണമായിട്ട്, അനുഭവമായിട്ട് അവിടത്തേക്ക് കർത്താവെ എപ്പോഴും ഉപയോഗിക്കാൻ ഏറ്റവും ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായിട്ടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിടത്തേക്ക് ചിലരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാനായിരിക്കും, ചിലരോട് എന്തെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ വാക്കോ സുവിശേഷത്തിൻ്റെ വാക്കോ പറയാനായിരിക്കും, ചിലരെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാനായിരിക്കും, ചിലർക്ക് നല്ല ചില ഉപകാരങ്ങൾ ചെയ്യാനായിരിക്കും, ചിലരെ ഉത്സാഹിപ്പിക്കാനായിരിക്കും. എന്താണോ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഞങ്ങളുടെ ജോലിയിൽ തന്നെ ഉത്തരവാദിത്തത്തോടെ, ഞങ്ങളുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ജോലി സ്ഥലത്തെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടെ, സൂക്ഷ്മതയോടെ ഏറ്റവും അവിടത്തേക്ക് എന്നവണ്ണം ചെയ്യാനുള്ള നല്ല പ്രവൃത്തികളായിരിക്കും. എന്താണെങ്കിലും അവിടുത്തെ സാക്ഷിയായിട്ട് കർത്താവെല്ലാം അവിടത്തേക്ക് എന്നവണ്ണം ചെയ്യുവാൻ എല്ലാ സൽപ്രവൃത്തിക്കും ശക്തന്മാരായിട്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ കൃപ അതിനായിട്ട് ഞങ്ങളിലേക്ക് പെരുക്കണം. കർത്താവെ ഗ്രേസ് അബൗണ്ട് ചെയ്യാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല പ്രവൃത്തികളിൽ ഞങ്ങൾ വർദ്ധിച്ചു വിടാൻ പറ്റും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതേ കർത്താവ് ഞങ്ങൾ ഒരു നാളിൽ അവിടുത്തെ മുമ്പാകെ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ കണക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ അന്ന് ലഭിച്ചു പോകാൻ ഇടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അതിന് തക്കവണ്ണം ജീവിപ്പാൻ, അതിഭയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നന്ദി കർത്താവെ. ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ സ്തുതിക്കുന്നു. ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയൊക്കെ എസ്പെഷ്യലി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും വ്യാപാരവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് അവിടുത്തേക്ക് മാനപാത്രമായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ കാണപ്പെടുവാൻ, വിലപ്പെടുവാനിടയാകട്ടെ. എല്ലാ യേശുക്കർത്താവിൻ്റെ വിലയേറിയ നാളുകളിൽ നാൽപ്പത്തെ ആമേൻ.